തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനടുത്തുള്ള SBIയുടെ ട്രഷറി ബ്രാഞ്ച് സമരാനുകൂലികൾ അടിച്ചു തകർത്തു. ബാങ്ക് മാനേജറുടെ ക്യാബിനുള്ളിൽ കയറി കമ്പ്യൂട്ടർ, ഫോൺ, മേശ എന്നിവയാണ് തല്ലിപ്പൊളിച്ചത്. ബാങ്കിന് പോലീസ് ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്ന ആക്ഷേപമുണ്ട്. അക്രമത്തെക്കുറിച്ച് സംയുക്ത സമരസമിതി പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇന്ന് രാവിലെ 10:30ഓടെയാണ് 15ഓളം സമരക്കാർ ബ്രാഞ്ചിന്റെ താഴത്തെ നിലയിലെത്തി ബാങ്കിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ബാങ്ക് മാനേജർ അനുകൂലമായി പ്രതികരിക്കാതെ വന്നതോടെ സമരക്കാർ അക്രമം ആരംഭിച്ചു. കമ്പ്യൂട്ടറും മേശയും കസേരയും തല്ലിപ്പൊളിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ബാങ്കിന് മുന്നിലെ സമരപ്പന്തലിരിക്കെയാണ് അക്രമം നടന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് സമരക്കാർ അക്രമം നടത്തിയതെന്ന് മാനേജർ പറഞ്ഞു. 10-15 പേരടങ്ങുന്ന സംഘം ആണ് അവർ വന്ന് ഇതേമാതിരി വളരെ മോശമായി സംസാരിക്കുകയും പണിമുടക്കാണെന്ന് അറിയില്ലേ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് തെറി പറയുകയും ചെയ്തു. ബാങ്കിന് ആവശ്യമായ സുരക്ഷ പോലീസ് ഒരുക്കിയില്ലെന്ന പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. ബാങ്ക് മാനേജർ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ബാങ്കിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. പ്രതികളെ വേഗത്തിൽ പിടികൂടുമെന്ന് DCP ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കി. എന്തായാലും നമ്മൾ പറഞ്ഞ സ്ഥലത്തൊക്കെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുള്ളത് ഞാൻ പരിശോധിക്കും. അക്രമത്തെ തള്ളിപ്പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്ത് വന്നു. ഒരു കാരണവശാലും ഒന്നിലും ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് സംയുക്ത സമരസമിതി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായി ചെയ്തവരാരാണെന്ന് കണ്ടെത്തും. അവർക്കെതിരായിട്ട് നിയമാനുസൃതമായ നടപടി സർക്കാരിന് സ്വീകരിക്കുകയും ചെയ്യും. ഇന്നലെ ബാങ്ക് തുറന്നു പ്രവർത്തിച്ചിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കാതിരുന്നവർ ഇന്ന് എന്തുകൊണ്ട് അക്രമം നടത്തിയെന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. അക്രമങ്ങൾ ഉണ്ടാകില്ലെന്നും കടകൾ അടപ്പിക്കില്ലെന്നും വാഹനങ്ങൾ തടയില്ലെന്നും അടക്കമുള്ള നേതാക്കളുടെ വാഗ്ദാനങ്ങളെല്ലാം പാഴ്വാക്കാകുന്നതാണ് കഴിഞ്ഞ 2 ദിവസവും കാണാൻ കഴിഞ്ഞത്. മീഡിയ 1 തിരുവനന്തപുരം.